ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ ജനറലാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കിങ് ഓഫ് കപ്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ജഡ്ജ്മെൻറ്റ്. Seven of Swords. Ten of Cups. Nine of Swords. Ten of Cups. Six of Pentacles. Page of Wands. Queen of Wands. Tower. Eight of Wands. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ഇവിടെ 7 of Cups ആണ്. കണ്ടില്ലേ? 7 of Cups എന്ന് പറയുമ്പോൾ എന്താണ്? ഒരുപാട് ചോയ്സസ് ഉണ്ട് നിങ്ങളുടെ മുൻപിൽ, ഒരുപാട് കാര്യങ്ങളുണ്ട്. നല്ല ഒരു സമയത്തിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ അത് ആസ്വദിക്കാനോ അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കാനോ അത് അനുഭവത്തിൽ വന്നു ചേരാനോ ഉള്ള സമയം ആയിട്ടില്ല. അതിനായിട്ട് നിങ്ങൾ നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് കാണുന്നു. ഇവിടെ ജഡ്ജ്മെൻ്റാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. കിങ് ഓഫ് കപ്സ് ഫസ്റ്റ് വന്നിരിക്കുന്നത് അല്ലേ? ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആകർഷിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ആകർഷിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മനസ്സിൻ്റെ ആഗ്രഹമാണ് എനിക്കത് ലഭിക്കണമെന്ന്. എന്നാൽ ചുറ്റിനും ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടെയും ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ മാത്രം ഫോക്കസ് ചെയ്യുകയാണ് ഇവിടെ. അത് വരികയാണ്. ഹൃദയപരമായിട്ട് ഒരുപാട് വികാര വിചാരങ്ങൾ ഇവിടെ നിയന്ത്രണത്തിന് അതീതമായിട്ട് ഉള്ളതാണ്. അത് വന്നു ചേരണം. എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള ആഗ്രഹമാണ്. അപ്പോൾ അത് വന്നു ചേരണം. ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തി നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ടാവാം. അവർ വന്നു ചേരാൻ വേണ്ടിയാവാം. അല്ല എങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി, ചിലപ്പോൾ ജോലിയായിരിക്കാം, ആഗ്രഹിക്കുന്ന ഒരു പദവിയിലേക്ക് നീങ്ങാനുള്ള ആഗ്രഹം ഉണ്ടാവാം. അല്ലെങ്കിൽ അതിനായിട്ട് നിങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ടാവാം. അതിനായിട്ട് ഒരുപാട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു, ഹൃദയം കൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടി നോക്കിയിരിപ്പാണ് ഇവിടെ. അത് വന്ന് ചേരാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഇവിടെ നടത്തുന്നത് എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഉൾവിളികളിൽ നിന്നും ഒരു പോയ ജന്മത്തെ പ്രശ്നങ്ങൾ അത് ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ദുരിതങ്ങളിൽ നിന്നും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും നിങ്ങളിലേക്ക് വിളി വരികയാണ് അടുത്തൊരു ജന്മത്തിനായിട്ട്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അടുത്ത ഒരു ജന്മം തരാൻ വേണ്ടി, ഈ ജന്മത്തിൽ നിങ്ങൾ അനുഭവിച്ച് തീർക്കാവുന്ന സകല വിധത്തിലുള്ള പ്രശ്നങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കർമ്മ കുറച്ച് തീരാറായിരിക്കുന്നു. ആ ഒരു അവസരത്തിലാണ് നിങ്ങൾ പുതിയൊരു ജന്മത്തിന് വേണ്ടി കേഴുന്നത്. കുറേ കാലം കൊണ്ടേ നിങ്ങൾ സ്പിരിച്വൽ വർക്ക് ചെയ്യുന്നുണ്ട്, ദൈവത്തെ ഒരുപാട് വിളിക്കുന്നുണ്ട്.
മനസ്സിലായില്ല? എല്ലാ വിധത്തിലും നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് മുന്നോട്ട് വരാൻ വേണ്ടി. ആ ഒരു കഷ്ടപ്പാടിൽ നിന്നും, കഷ്ടപ്പാടുകളാണ് കരഞ്ഞ് കണ്ണീർ ഒലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കരഞ്ഞ് കണ്ണീർ പാർക്കുമ്പോൾ എന്താണ്? ആ പാപക്കറ കണ്ണിൽ നിന്ന് കണ്ണീരിൽ കൂടെ ഒഴുകിപ്പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വന്ന് കുറേ കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് പുതിയ ഒരു ജന്മത്തിലേക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു എന്ന് നിങ്ങളെ ഇവിടെ മാലാഖമാർ നിങ്ങളെ വിളിക്കുന്നു. മാലാഖയുടെ അനുഗ്രഹമാണ് ഇതിവിടെ. ഗബ്രിയേൽ, ആർക്കേഞ്ചൽ ഗബ്രിയേലിൻ്റെ കാഹളം വിളിയാണ്. നിങ്ങൾക്ക് അതെ തരാൻ, നിങ്ങൾക്കൊരു പുതിയ ജന്മം തരാൻ നിങ്ങൾ തയ്യാറെടുക്കൂ അതിനായിട്ട്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ സമൃദ്ധിയിലേക്ക് പോകാനുള്ള വഴിയാണ്. പോസിറ്റീവായ ഒരു ലൈഫിലേക്ക് പോകാനായിട്ട്, സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫിലേക്ക് പോകാനായിട്ടുള്ള ഒരു പാത നിങ്ങളുടെ മുൻപിൽ തുറന്നിരിക്കുന്നു. ആ പാതയിലേക്ക് വരൂ എന്നാണ് ഇവിടെ പറയുന്നത്. അതിനുള്ള സമയം നിങ്ങൾക്ക് അടുത്തിരിക്കുന്നു എന്ന് ഇവിടെ കാണാൻ കഴിയുന്നു. തീർച്ചയായിട്ടും ഒരുപാട് ദുഃഖങ്ങളിൽ നിന്നും ഒന്ന് കരകയറാൻ, ഒന്ന് ആശ്വാസത്തിനായിട്ടുള്ള ഒരു വഴി നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നു. അതിനുള്ള സമയം ആയിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. നിങ്ങളുടെ കൂടെ നടക്കുന്ന ആൾക്കാർ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്ന് പറയാൻ പാടില്ല. നിങ്ങളുടെ ഉയർച്ചയ്ക്ക് നിദാനമാകുന്ന, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉയർച്ചയ്ക്ക് കാരണമാകുന്ന പല പ്രശ്നങ്ങളുമുണ്ട് അല്ലേ? അതിന് കാരണമാകുന്ന ചില കാര്യങ്ങളെ നിങ്ങൾ മറ്റുള്ളവരോട് വെട്ടിത്തുറന്ന് പറയാൻ പാടില്ല. ഉടനെ തന്നെ പറയാൻ പാടില്ല, പിന്നീട് വേണമെങ്കിൽ പറയാം. അത് സംഭവിക്കുന്നത് വരെ, എന്താണോ നിങ്ങളിലേക്ക് സംഭവിക്കാനിരിക്കുന്നത് അത് സംഭവിക്കുന്നത് വരെ, അത് നേടിയെടുക്കുന്നത് വരെയും നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടാവും അല്ലേ? നിങ്ങൾ അതിനെ അച്ചീവ് ചെയ്യുന്നത് വരേക്കും നിങ്ങൾ ആരോടും പറയരുത് ഞാൻ ഇന്നതിന് വേണ്ടി, ഇന്ന ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം വെട്ടിത്തുറന്ന് പറയാൻ പാടില്ല. ആൾക്കാരെ അറിഞ്ഞു വേണം നിങ്ങൾ പെരുമാറാൻ. മനസ്സിലായി? അറിഞ്ഞു വേണം സംസാരിക്കാൻ. എന്ന് വിചാരിച്ച് വീട്ടിലുള്ള അച്ഛനോടോ അമ്മയോടോ പറയാതെ നമുക്കൊരു കാര്യവും സാധിക്കില്ലല്ലോ. അപ്പോൾ ഇത് മറ്റുള്ളവരോട് പറയാൻ പാടില്ല. കാരണം എന്താണ്? അവരിൽ നിന്ന് നല്ല ഒരു നെഗറ്റീവ് ദൃഷ്ടി നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആ നെഗറ്റീവ് ദൃഷ്ടി നിങ്ങളിലേക്ക് വരുമ്പോൾ എന്താണ്? നിങ്ങളുടെ വിജയസാധ്യത അവിടെ കുറഞ്ഞു പോകുന്നതായിട്ട് കാണാൻ പറ്റും. മനസ്സിലായില്ലേ? പോസിറ്റീവായാലും നെഗറ്റീവായാലും ഏത് എനർജിയാണ് ഏറ്റവും പെട്ടെന്ന് അട്രാക്റ്റ് ആകുന്നത്? നെഗറ്റീവ് എനർജിയാണ് ഏറ്റവും കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലായില്ലേ? പോസിറ്റീവായിട്ടുള്ളത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, നെഗറ്റീവായിട്ടുള്ളത് എത്രയും പെട്ടെന്ന് വന്നുകൂടും. അതുകൊണ്ടാണ് നമുക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് കാരണമാകുന്ന ഒരു കാര്യവും മറ്റുള്ളവരോട് തുറന്ന് സംസാരിക്കാൻ പാടില്ല. അത് പറയണം, അതിനുള്ള സമയമാകുമ്പോൾ മാത്രം പറഞ്ഞാൽ മതിയാകും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ധനമുണ്ട് എന്ന് പറയാൻ പാടില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉണ്ടെന്നൊന്നും ആരോടും അങ്ങനെ തുറന്ന് പറയേണ്ട കാര്യമില്ല. അതുപോലെ അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ എല്ലാം റെഡി ആയിട്ടിരിക്കുന്നു എന്നുള്ള കാര്യം പോകാൻ റെഡി ആകുമ്പോൾ മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതിയാ. പോകാനായിട്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു, അതിനുള്ള തയ്യാറെടുപ്പിലാണ് എന്നൊന്നും വിളിച്ച് പറഞ്ഞ് നടക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ മറ്റേത് കാര്യത്തിനായാലും പറയേണ്ട കാര്യം ഇല്ല. ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു, അതൊന്നും പറയേണ്ട കാര്യമില്ല. എല്ലാവരും സാധാരണ രീതിയിൽ മുന്നോട്ട് സംസാരിച്ചാൽ മതിയാവും. മറ്റുള്ളവർക്ക് അസൂയ ജനിപ്പിക്കത്തക്ക വിധത്തിൽ ഒന്നും സംസാരിക്കേണ്ട എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളോട് കൂടെ ഏറ്റവും കൂടുതൽ സ്നേഹം നടിച്ച് നിങ്ങളോടൊപ്പം നടക്കുന്നവരെ ഒന്ന് സൂക്ഷിക്കണം. അതുമാത്രം മതിയോ? സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറയുമല്ല, അതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായില്ല? അല്ലാതെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ആൾക്കാരെ മനസ്സിലാക്കി പെരുമാറാൻ കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ 9 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. കാരണം കണ്ടില്ലേ, ഇവിടെ ഈ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് 9 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. സഫലത വരാൻ പോകുന്നുണ്ട്, ആഗ്രഹം. ഇവിടെ കണ്ടില്ലേ, ഇവിടെ കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. കിങ് ഓഫ് കപ്സ് എന്തിനു വേണ്ടിയിരിക്കുകയാണ്? മാനിഫെസ്റ്റേഷൻ വർക്ക് സഫലമാക്കാൻ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അത് സഫലമാകുന്ന എനർജിയാണ്, വന്നു ചേരുന്നുണ്ട്. ആർക്ക് വേണ്ടി കാത്തിരിക്കുന്നു അവരിവിടെ വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ കഴിയുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ ആർക്ക് വേണ്ടി നോക്കിയിരിക്കുന്നു അവരിവിടെ വരുന്നുണ്ട്. സ്നേഹം ഒരുപാട് ലഭിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആഗ്രഹങ്ങൾ സഫലമാകുന്നത്, അനുഗ്രഹങ്ങൾ ലഭിക്കും, ദൈവാനുഗ്രഹം വരുന്നുണ്ട്, അബണ്ടൻസ് വരുന്നുണ്ട് നിങ്ങളിലേക്ക്. നിങ്ങളുടെ എന്ത് നേടാൻ വേണ്ടി കാത്തിരിക്കുന്നു അത് നേടിയെടുക്കാനുള്ള എനർജിയാണ്. ഭൗതികപരമായ സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു. അതാണ് ഇവിടെ പറയുന്നത്. 9 ഓഫ് കപ്സ്. കപ്പ് വാട്ടർ സൈനാണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ സോഡ് വന്നിരിക്കുന്ന സോഡ് എയർ സൈനാണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ അതുപോലെ തന്നെ 9 ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്താണ്? ആകാംക്ഷ, ഡിപ്രഷൻ അനുഭവിച്ച്, ടെൻഷൻ അനുഭവിച്ച്, ഉറക്കമില്ലായ്മ അനുഭവിക്കുന്ന ഒരു സമയമാണെന്ന് കാണുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ബ്രേക്കപ്പാണ്. ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തികളുമായിട്ടുള്ള ഒരു ബ്രേക്കപ്പ്
അതാണ് ഇവിടെ പറയുന്നത്. ആ ഒരു ബ്രേക്കപ്പിൽ നിന്നും ഒരുപാട് സങ്കടം അനുഭവിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. ഉറക്കമില്ലാതെ ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണരുന്ന അവസ്ഥ, ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇരുണ്ടടഞ്ഞ മുറിയിൽ. എന്നാലോ ഭൗതികപരമായ സന്തോഷങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയുമാണ്. അതുകൊണ്ടാണ് ചില ബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ട് അവിടെ ഒരു വിള്ളൽ വരുമ്പോൾ അത്രമാത്രം ദുഃഖിക്കേണ്ടതായി വരുന്നത്. അത്തരത്തിലുള്ള അവസ്ഥ നിങ്ങളിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? കൂടുതൽ അതുമായിട്ട് അറ്റാച്ച്മെൻ്റ് ഉണ്ടായിട്ട് തന്നെയാണ്. അപ്പോൾ അവിടെയും കുറച്ചൊന്ന് സൂക്ഷിച്ചാൽ മതിയാവും. നിങ്ങളിലേക്ക് ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കടന്നു പോകും. കാരണം എന്താണ്? ഇവിടെ 10 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു അവസ്ഥ നിങ്ങളിൽ നിന്നും വളരെ പെട്ടെന്ന് പോകാതിരിക്കില്ല. മനസ്സിലായില്ലേ? ഏതൊരു സങ്കടം വന്നാലും ഏതൊരു ദുഃഖം വന്നു കഴിഞ്ഞാലും നിങ്ങളൊന്ന് ചിന്തിക്കുക, ഇതിവിടെ കടന്നു പോകും എന്ന്. നിങ്ങളങ്ങനെ കരഞ്ഞു കൂവിയിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇന്ന് രാത്രി നിങ്ങൾ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ഒന്ന് കരയുന്ന അവസ്ഥ ഉണ്ടാവും. നാളെ രാവിലെ ആകുമ്പോൾ എന്താണ്? ആ കരയുന്ന അവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാവും. തീർച്ചയായിട്ടും 2 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ പിറ്റേന്ന് തന്നെ നിങ്ങൾക്ക് ഇതിനൊരു പരിഹാരം ലഭിക്കും. ഈ ഒരു വിഷമത്തിനുള്ള പരിഹാരം പിറ്റേ ദിവസം തന്നെ ലഭിക്കും. അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ തന്നെ അതിന് പരിഹാരം കാണാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരും. അതുകൊണ്ട് അത് വളരെ സൂക്ഷിക്കുക. അത്തരത്തിലുള്ള അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കുക. സ്വയം വിചാരിച്ചാൽ മതിയോ, ആവശ്യമില്ലാതെ എന്തിനാണ് അതിനു വേണ്ടി ഞാൻ എൻ്റെ എനർജി കളയുന്നത് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഓരോ തവണയും നിങ്ങൾ ദുഃഖിക്കും തോറും, ഓരോ തവണ ഡിപ്രഷനായി അല്ലെങ്കിൽ ടെൻഷനായി ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോൾ എന്താണ്? നിങ്ങളുടെ എനർജിയാണ് അവിടെ ട്രെയിൻ ആവുന്നത്. മനസ്സിലായില്ലേ? അതേസമയത്ത് സന്തോഷത്തെ ആകർഷിച്ചെടുക്കുമ്പോൾ എന്താണ്? നിങ്ങളുടെ എനർജി അവിടെ വർദ്ധിച്ചു വരികയുള്ളൂ. അവിടെ നിങ്ങൾക്കൊരു മുഖപ്രസാദം ലഭിക്കും, മനസ്സിന് ശാന്തി സമാധാനവും ലഭിക്കും. അതുകൊണ്ട് സ്വയം സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കും. ഇവിടെ സന്തോഷം വരുന്നുണ്ട്, കണ്ടില്ല? ഇവിടെ കൂടിച്ചേരുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ കൂടിച്ചേരൽ സംഭവിക്കുന്നുണ്ട്. കുടുംബം ഒന്നിച്ച് സന്തോഷത്തിനുള്ള അവസരം ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് സോൾമേറ്റ് കണക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വിട്ടുപിരിഞ്ഞ് അവർ പോകുന്നില്ല. പോയാൽ തന്നെ എന്താണ്? പെട്ടെന്ന് അവർ തിരിച്ചു വരാൻ തുടങ്ങും. വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ചിലർ തിരിച്ചു വരുന്നത്. അതുവരെയുള്ള വാശി, വൈരാഗ്യം, അല്ലെങ്കിൽ ഈ പിരിഞ്ഞു പോകുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് അവർ പോയിട്ടുണ്ടാകും. ചിലപ്പോൾ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അപ്പോൾ അവർ വിചാരിക്കുന്നത് എന്താണ്? കുറച്ച് ജോലിയൊക്കെ ചെയ്തിട്ട് കുറച്ച് കുടുംബത്തിൽ ഒന്ന് സന്തോഷം നിലനിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഫിനാൻസ് പരമായ കാര്യങ്ങളിലൊന്ന് ഇമ്പ്രൂവ് ആകണം. അപ്പോൾ അതിനുവേണ്ടി അവർ പരിശ്രമിക്കുന്നുണ്ടാവാം. അപ്പോഴും നിങ്ങൾ തമ്മിൽ എപ്പോഴും ഇങ്ങനെ നോ കോണ്ടാക്റ്റ് അവസ്ഥ വന്നിരിക്കും, സെപ്പറേഷൻ നടന്നിരിക്കും. ഈ ഒരു സെപ്പറേഷൻ പിന്നീടാണ് എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾക്ക് കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എന്താണ്? അവർ ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞിട്ട് അവർ തിരികെ വരും. നിങ്ങളുടെ സോൾമേറ്റാണത്. മനസ്സിലായില്ലേ? നിങ്ങളെ വിട്ടു പിരിഞ്ഞിരിക്കാൻ അവർക്ക് പറ്റുന്നില്ല. പല കാരണങ്ങളാലും ചിലപ്പോൾ അവർ കുറച്ച് സെപ്പറേഷനിൽ ഇരിക്കാൻ സാധ്യതയുണ്ട്. സൈലൻറ്റ് ട്രീറ്റ്മെൻ്റ് ആവാം, ഒരു സന്യാസ മൂഡ് അതിലൂടെയും വരാം. ചിലപ്പോൾ സ്പിരിച്വൽ വർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് അകന്നിരിക്കാം. ഇതൊക്കെ എന്താണ്? ഒരു ലക്ഷ്യം നേടാൻ വേണ്ടി അവർ ശ്രമിക്കുന്നതാണ്. അപ്പോഴേക്കും നിങ്ങളിവിടെ കരഞ്ഞുപോയി ബഹളം ഉണ്ടാക്കി വെക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അങ്ങനെയുള്ളവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ 10 ഓഫ് കപ്സ് ആണ്, റിയൂണിയൻ്റെ കാർഡാണിത്. മനസ്സിലായില്ലേ? പിരിഞ്ഞു പോയവർ തിരിച്ചു വന്ന് ഒന്നിച്ചു ചേർന്ന് സന്തോഷം അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. പഴയതിനേക്കാളും ഐക്യത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അങ്ങനെ കൊടുക്കാനും വാങ്ങിക്കാനുമുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. സാമ്പത്തികപരമായ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിൽ വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ ചിലരൊക്കെ ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി, അല്ലെങ്കിൽ മണി എക്സ്ചേഞ്ചിങ്, ഓൺലൈൻ വഴിയുള്ള ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിട്ടുണ്ടാവാം. അങ്ങനെ പല വിധത്തിലുള്ള മണി മാർക്കറ്റിംഗ് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോഗ്രാമിലേക്ക് നിങ്ങൾ പങ്കെടുക്കുന്നതാവാം. ആ പ്രോബ്ലം ഒക്കെ സഹിച്ചിട്ട് മുന്നോട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് മണി വരുന്നുണ്ടോ, അതിനായിട്ട് പ്രോഗ്രസ് വരുന്നുണ്ടോ എന്ന് ദിവസവും ഇവിടെ നോക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. ഓരോ ദിവസവും അതിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് എന്തായി, ഞാൻ ഇന്നലെ ചെയ്ത വർക്കിന് ഇന്ന് ഇമ്പ്രൂവ്മെൻ്റ് എന്തായി, ഇന്നലത്തെ എൻ്റെ ബിസിനസ്സിലേക്ക് ഇന്നെന്തായി ഇമ്പ്രൂവ്മെൻറ്റ്, അതിനെന്താണ് പ്രോഗ്രസ് വന്നിരിക്കുന്നതെന്ന് ഓരോ ദിവസവും നോക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ പലർക്കും ടവർ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഒരുപാട് കേസുകളിൽ അകപ്പെട്ടിരിക്കുന്നവരുണ്ടാവാം. കേസുകളെന്ന് പറയുമ്പോൾ ഭൂമി സംബന്ധമായ കേസുകളുണ്ടാവാം, മറ്റുള്ളവർ ചതിയിൽപ്പെടുത്തിയിരിക്കുന്ന അവസ്ഥകളുണ്ടാവാം. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കാതെ, നിങ്ങൾ കളങ്കമില്ലാത്തവരായതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് പെട്ടെന്നാണ് ചതി അനുഭവപ്പെടുന്നത്.
മറ്റുള്ളവരുടെ ചതിവോ വഞ്ചന നിങ്ങളിലേക്ക് പെട്ടെന്ന് ബാധിക്കാം. കാരണം എന്താണ്? അത് മനസ്സിലാക്കാനുള്ള കഴിവില്ല. സ്ട്രൈറ്റ് ഫോർവേഡാണ് നിങ്ങൾ. നേരെ വാ എന്ന് മാത്രം ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് ഈ ചതി വരുന്നത്, അല്ലെങ്കിൽ വഞ്ചന വരുന്നത്. മറ്റുള്ളവരുടെ വഞ്ചനയ്ക്ക് അടിമപ്പെടുന്നത് അങ്ങനെയാണ്. അപ്പോൾ ചതി പറ്റാൻ എളുപ്പമാണ്, അതും വളരെ സൂക്ഷിക്കണം. പക്ഷേ ഇവിടെ ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റമാണ് ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങുന്നത്. കാരണം ഒരുപാട് കാലം നിങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ ഇതിൽ നിന്ന് രക്ഷയായി മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. എന്നും നിങ്ങൾക്കിത് അനുഭവിക്കേണ്ട അവസ്ഥ വരുന്നില്ല. എന്നും ദൈവം ഇങ്ങനെ ഒരാളിനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കില്ല. നിങ്ങൾ എത്രമാത്രം വിളിക്കുന്നോ അത്രയും നിങ്ങൾക്ക് നല്ലതാണ്. അത്രയും നിങ്ങളുടെ കർമ്മ തീർന്നു കിട്ടും. ഓരോരുത്തർക്കും കർമ്മ വ്യത്യസ്തമായിരിക്കും. ഒരാൾ കുറച്ച് ചെയ്തെങ്കിൽ മറ്റൊരാൾ കൂടുതലായിരിക്കും ചെയ്യുന്നത്. മുജ്ജന്മത്തിൽ നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത കാര്യങ്ങളിലാണ് ഇത്തവണ നിങ്ങൾക്ക് ഫലം അനുഭവിക്കേണ്ടതായി വരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ദൈവം നേരത്തെ നല്ല ഫലം കൊടുക്കുന്നു, എനിക്ക് മാത്രം കഷ്ടത തരുന്നു. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അതെന്തുകൊണ്ടാണെന്ന് അത് മനസ്സിലാക്കാനുള്ള കഴിവാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കതിനുള്ള സമയമാകുമ്പോൾ നിങ്ങളൊരു സമൃദ്ധിയിലേക്ക് വരും, നല്ലൊരു ജീവിതത്തിലേക്ക് വരും. സാമ്പത്തികമായ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ലഭിക്കും. മനസ്സിലായില്ലേ? ആഗ്രഹിച്ചിരിക്കുന്ന ജോലിക്കാര്യത്തിലേക്ക് പോകാൻ സാധിക്കും. നിങ്ങളുടെ ബിസിനസ്സിന് പ്രോഗ്രസ് വരും. റീയൂണിയൻ സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ. ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് കണക്റ്റാവും. ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക്, അല്ലെങ്കിൽ ആ സാഹചര്യം നിങ്ങളിലേക്ക് കണക്റ്റാവും. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ 8 ഓഫ് വാൻസ് ആണ് പറയുന്നത് ഇവിടെ. അതുപോലെ തന്നെ ക്യൂൻ ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഗ്രസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവുന്ന സമയമാണ്. ആത്മവിശ്വാസം നിങ്ങളിലേക്ക് വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ്. മറ്റുള്ളവർ ഒത്തിരി ആകർഷിക്കുന്ന ഒരു സൗന്ദര്യം നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നുണ്ട് ഇവിടെ. അത്തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റിയിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ സമൂഹത്തിൽ ഒന്ന് പാറിപ്പറന്ന് ഉല്ലസിക്കാനുള്ള, ഒന്ന് ഷൈൻ ചെയ്യാനുള്ള ഒരു സമയം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. സൊസൈറ്റിയിലൊക്കെ നല്ല അഭിപ്രായം നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറയാനുള്ള ഒരു സമയമായിരിക്കുന്നു. ഇവിടെ 8 ഓഫ് വാൻസ് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് പലർക്കും യാത്രയ്ക്കുള്ള സമയം, എവിടെയെങ്കിലുമൊക്കെ യാത്ര പുറപ്പെടാനുള്ള സമയം ആയിരിക്കുന്നു. ഏതെങ്കിലും കാര്യത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് യാത്ര ചെയ്യാനുള്ള പുറപ്പാടിലാണ് പലരും എന്ന് കാണുന്നുണ്ട്. ആ യാത്രകൾ നിങ്ങൾക്ക് സഫലം ആകുന്നു. കാരണം എന്താണ്? ഇവിടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കാനും അതിനുള്ള ഒരു സക്സസ് നിങ്ങൾക്ക് വരുന്നതായിട്ടും, അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി ലഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ടും കാണുന്നുണ്ട്. ഒരുപാട് ആവേശത്തോടു കൂടി നിങ്ങൾ വാൻസ് ഫയർ സൈനാണ്. ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. അപ്പോൾ ഇവിടെ ഒരുപാട് ആവേശത്തോടു കൂടിയാണ് നിങ്ങൾ നോക്കിയിരിക്കുന്നത്. യാത്ര ചെയ്യാൻ സന്തോഷം അനുഭവിക്കുകയാണ്. ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. ഇവിടെ ടെലിപ്പതി വഴി കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാരുമായിട്ട്. അതൊക്കെ വളരെ സ്പീഡിലാണ് ഈ ആക്ഷൻ നടക്കുന്നത്. എവിടെയെങ്കിലും വിദേശത്ത് പോകാനുള്ള തീരുമാനമാണോ? അതിൻ്റെ ആക്ഷൻ വളരെ പെട്ടെന്ന് നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ വീട് വാങ്ങിക്കാനോ, അല്ലെങ്കിൽ എന്താണോ ഇപ്പോൾ ആവേശകരമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആക്ഷൻ നടക്കുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ, അതുപോലെ നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയായിരിക്കുന്നു. പെട്ടെന്നാണ് ആക്ഷൻ എടുക്കുന്നത്. അതുപോലെ തന്നെ ആകാംക്ഷ കൊണ്ട് പല കാര്യങ്ങളിലും നോക്കിയിരിക്കുന്നുണ്ടോ, അത് വന്നു ചേരും. അതുപോലെ ട്രാവലിംഗ് ആണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. യാത്ര, ഇന്നെവിടെയെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് യാത്ര പുറപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടായിരിക്കാം. ആ യാത്രയിൽ എന്താണ് നേടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് നേടാനുള്ള സാധ്യത വന്നിരിക്കും. കാരണം വളരെ പെട്ടെന്ന് ഇതിൻ്റെ ആക്ഷൻ ഇവിടെ നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്.
ക്രിയേറ്റിവിറ്റി, ഗിൽറ്റ്, പോസിബിലിറ്റീസ്, എക്സിസ്റ്റൻസ്. പലർക്കും നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ഐസൊലേഷനാണ്. ഐസൊലേഷൻ കണ്ടില്ലേ, ഇവിടെ സ്റ്റക്കായിട്ടിരിക്കുകയാണ് പല കാര്യങ്ങളിലും. സ്റ്റക്കായിട്ടിരിക്കുമ്പോൾ എന്താണ്? തീരുമാനമെടുക്കാൻ കഴിവില്ലാത്ത ഒരവസ്ഥ. ആ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവില്ലാത്ത അവസ്ഥയിൽ നിന്നും ആണ് നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് വരുന്നത്. ഇവിടെ എക്സിസ്റ്റൻസ് വരുന്നുണ്ട്, കണ്ടില്ലേ? സ്ഥിരമായൊരു നിലനിൽപ്പ് വരുന്നത് എപ്പോഴാണ്? നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ചിന്തിക്കും, എന്താണ് ഇവിടെ എനിക്ക് എന്താണ് സംഭവിച്ചത്? മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ നിന്ന് മുന്നോട്ടോ പിന്നോട്ടോ പോകാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ഇരിക്കുമ്പോൾ വിഷമിക്കാൻ പാടില്ല. കാരണം എന്താണ്? മുന്നോട്ട് നിങ്ങൾക്ക് നല്ലൊരവസ്ഥ വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് അതിൻ്റെ സൂചന. ഇവിടെ അതുതന്നെയാണ് നിങ്ങൾക്ക് പറയുന്നത്. നിങ്ങൾക്കവിടെ നിലനിൽക്കാനുള്ള സാധ്യത വരുന്നുണ്ട്. അതുപോലെ ക്രിയേറ്റീവ് പവർ നിങ്ങളിലുണ്ടോ, അതിനെ നിങ്ങൾ ബിൽഡപ്പ് ചെയ്തെടുക്കൂ എന്നാണ്. ഇവിടെ ദൈവാനുഗ്രഹമാണ് പറയുന്നത്. ദൈവാനുഗ്രഹം ഉള്ളവർക്കാണ് നല്ല ക്രിയേറ്റീവ് പവർ ഉള്ളത്. ആ ഒരു പവർ ദൈവം തരുന്നതാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിയാണത്, അല്ലേ? അപ്പോൾ ആ ഒരു സൃഷ്ടിയിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു പവർ നിങ്ങളിലുണ്ട് എങ്കിൽ, നമ്മളെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. അപ്പോൾ നമ്മളിലുള്ള സൃഷ്ടി വേറെ ഒരു തരത്തിലുണ്ട്. ഇതിനെ നിങ്ങൾ ഉണർത്തിയെടുക്കുക. അവിടെയാണ് നിങ്ങൾക്ക് വിജയം ഇരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതം ഒരുപാട് സന്തോഷത്തിലേക്ക് നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഗിൽറ്റാണ്. പിന്നീട് ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്കിപ്പോൾ കുറ്റബോധം അനുഭവപ്പെടാം. എന്തെങ്കിലും കാര്യത്തിൽ നെഗറ്റീവ് അടിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകാം. ചിലപ്പോഴൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം, ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തു, ഇങ്ങനെ തെറ്റ് ചെയ്തു. ആ ഒരു തെറ്റിലുള്ള കുറ്റബോധം എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കഴിഞ്ഞ കാലത്ത് നിങ്ങൾ അനുഭവിച്ചോ അത്തരത്തിലുള്ള ആ ഒരു ദുരന്തങ്ങളിൽ നിന്നോ ആ ഒരു ദുരിതങ്ങളിൽ നിന്നോ നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള സമയമായിരിക്കുന്നു. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഞാൻ ചെയ്തത് തെറ്റാണോ, കുറ്റം ചെയ്തതിലുള്ള ആ ഒരു ബോധമാണ് എപ്പോഴും വരുന്നത്. ഞാൻ ചെയ്തത് തെറ്റാണോ എപ്പോഴും ഇങ്ങനെ ഉള്ളിൽ നിന്നും ചോദിച്ചുകൊണ്ടേയിരിക്കുക. അത് നിമിത്തം നെഗറ്റീവായിരിക്കുക. അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, മനസ്സിലായില്ലേ? മുന്നോട്ട് നാളത്തേടെ എന്താണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ സോളിൻ്റെ ആഗ്രഹം എന്താണ് അതുവഴി നിങ്ങൾക്ക് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ സന്തോഷം അനുഭവിക്കുകയാണ് വേണ്ടത്. പോസിബിലിറ്റീസാണ് നിങ്ങൾക്ക് മുൻപിൽ. ഒരുപാട് അവസരങ്ങളുണ്ട്, സാധ്യതകളുണ്ട്. നിങ്ങളെക്കൊണ്ട് സാധിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. നിങ്ങളിൽ എല്ലാവരിലും ഓരോ തരത്തിലുള്ള കഴിവുകളുണ്ട്. ആരും അതിനെ കാണാതെ പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ഒന്ന് സ്വയം ഒരു മിനിറ്റ് എവിടെയെങ്കിലും, ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് എവിടെയെങ്കിലും സ്വസ്ഥമായി ഒന്ന് ഇരുന്നു കൊണ്ടൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ആരാണ്? എന്നിൽ എന്ത് കഴിവാണുള്ളത്? എന്നിൽ ഈ കഴിവിനെ ഞാൻ ഉണർത്തി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി സന്തോഷത്തിനുള്ള വക ഉണ്ടാവുമല്ലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് അതിലൂടെ മുന്നോട്ട് വരിക. ആ ഒരു വേയിലൂടെ മുന്നോട്ട് വരിക. അതിനായിട്ട് വേണമെങ്കിൽ നമുക്ക് സ്പിരിച്വൽ വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ പോസിബിലിറ്റീസ് നിങ്ങളിലേക്ക് ധാരാളം വരുന്നുണ്ട്. അതിനെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത്. അങ്ങനെ വരുമ്പോൾ അതിനെ പ്രയോജനപ്പെടുത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് പോകാവുന്നതാണ് എന്നാണ് ഇവിടുത്തെ മെസ്സേജ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മെസ്സേജ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.